നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി കണ്ടല്ലൂരിലെ ആകപ്പാട് നടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നടരാജൻ, ബെൻസ് നടരാജൻ എന്ന് പറയുന്ന ആ നാട്ടിലെ പ്രമാണിയായിട്ടുള്ള, എന്നാൽ സാധാരണക്കാരോട് വളരെയധികം സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, അനവധി ആളുകൾക്ക് തൊഴിൽ നൽകിയ തൊഴിൽദാതാവ് കൂടിയായ നടരാജന്റെ ഈ ഒരു അവസ്ഥ, നടരാജന്റെ മരണം, നടരാജന്റെ മകൻ തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ വെട്ടിക്കൊന്നതിന്റെ ദൃശ്യം കണ്ണിന് മുന്നിൽ കണ്ടതിന്റെ ആ ഒരു പതർച്ച ഇതുവരെ നഷ്ടമായിട്ടില്ല കണ്ടല്ലൂരിലുള്ള ഓരോ ജനതയ്ക്കും. ഓരോ വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ അതിന്റെ താഴെയൊക്കെ വരുന്ന കമന്റ്സുകൾ അങ്ങനെയാണ്: ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്, ഇപ്പോഴും ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കണ്ടല്ലൂരിലെ ഒരു ബിസിനസ് വ്യാപാരി കൂടിയായിരുന്നു ഈ പറയുന്ന ബെൻസ് നടരാജൻ. കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഉടമ കൂടിയാണ്. 3 മക്കളായിരുന്നു ബെൻസിനുണ്ടായിരുന്നത്. മൂത്ത മകൻ, ഇളയത് വീണ്ടും ഒരു മകൻ, മൂന്നാമതായി ഒരു മകൾ. ഇളയ 2 മക്കളും പഠിക്കാൻ കുഞ്ഞുനാളം മുതലേ വളരെ മിടുക്കരായിരുന്നു. എന്നാൽ മൂത്ത മകന് പഠിക്കാൻ അത്ര മിടുക്കനല്ലായിരുന്നു. മൂത്ത മകനും ഇളയ മക്കളും തമ്മിൽ എപ്പോഴും വഴക്കാണ്. മൂത്ത മകൻ എപ്പോഴും പറയുന്നു ഇളയ സഹോദരങ്ങളെ മാത്രമേ അച്ഛന് ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് അഡ്വക്കേറ്റ് ആവണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. തുടർന്ന് അഡ്വക്കേറ്റായി. താഴെയുള്ള 2 സഹോദരങ്ങളും ആയുർവേദ ഡോക്ടർമാരായപ്പോൾ അഡ്വക്കേറ്റ് ആയതിന്റെ ഒരു വിഷമവും അവർക്കുണ്ടായിരുന്നു. എന്തായാലും നടരാജനും മകനും തമ്മിൽ അത്ര നല്ല സ്വരച്ചിറച്ചിലല്ല പോയിക്കൊണ്ടിരുന്നത്. നടരാജൻ കഷ്ടപ്പെടുണ്ടാക്കിയ പണമെല്ലാം തന്നെ ദൂർത്തടിക്കാനായിരുന്നു മൂത്ത മകൻ ഇഷ്ടം. അങ്ങനെ മരിക്കുമ്പോൾ കർമ്മം ചെയ്യേണ്ട മകന്റെ കൈകൊണ്ട് തന്നെ വെട്ടിപ്പരുക്കേറ്റ് 1ഉം 2ഉമല്ല 47 വെട്ടാണ് നടരാജന്റെ തലയ്ക്കും ശരീരത്തിലെ മാസകലം വെട്ടി പിരുത്തു കളഞ്ഞത്. അങ്ങനെ കണ്ടല്ലൂരിൽ നടരാജന്റെ സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന്, അതായത് ഇന്ന് രാവിലെയാണ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കർമ്മങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. ഇളയ 2 മക്കളും വന്നിട്ടുണ്ട്. മൂത്ത മകനായിരുന്നു അച്ഛന്റെ മരണാന്തര ചടങ്ങുകളൊക്കെ തന്നെ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അതിന് കഴിഞ്ഞില്ല. ലഹരിയുടെ ബോധ വിട്ടു കഴിഞ്ഞപ്പോൾ ചെയ്ത തെറ്റിന് വളരെ പ്രായശ്ചിത്തം ചെയ്യണം. ഭയങ്കര ദുഃഖത്തിലാണ്, വലിയ ദുഃഖത്തിലാണ് ഈ പറയുന്ന നടരാജന്റെ മകൻ. മൂത്ത മകനെ തെളിവെടുപ്പിനായി വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. വലിയ രീതിയിലുള്ള ആക്രോശമാണ് അവിടെ നടന്നത്. ഭാര്യ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. മാനസികമായി ആകെ തകർന്ന് തരിപ്പണമായ നിലയിലാണ് അപൂർണ ഗർഭിണിയായ ആ യുവതി. ലഹരി നാടിന് വരുത്തുന്ന വിപത്തിന്റെ മറ്റൊരു ഉദാഹരണം തന്നെയാണ് ഞായറാഴ്ച കണ്ടത്. അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലെ പ്രതി സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നു. കസ്റ്റഡിയിൽ ഇയാളുടെ ആവശ്യം അമ്മയെ ഒന്ന് കാണണമെന്നായിരുന്നു. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കാണണമെന്നായിരുന്നു ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്തായാലും ആ ആവശ്യപ്രകാരം തന്നെ കാര്യങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു. പിന്നാലെയാണ് ഇയാളെ പിടികൂടിയത്. എന്തായാലും സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ഇയാളെ പിടികൂടിയിരുന്നു. ഇപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ തന്നെ അവിടെ ആരംഭിക്കും. ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന ആവശ്യം ഇയാൾ ആദ്യമേ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ലഹരി ഒരാളെ എങ്ങനെ ഇല്ലാതെയാക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ വാർത്തയും സൂചിപ്പിക്കുന്നത്.